ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു, പള്ളിയിലെ ഉസ്താദാണോ? അങ്ങനെ ചിലർക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ചോദ്യം തന്നെ ഭയങ്കര രസമായിരിക്കും. അപ്പൊ ഇയാളെന്നോട് ചോദിച്ചു, പള്ളിയിലെ ഉസ്താദാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ നാട്ടുകാരെ ഉസ്താദാണ് എന്ന്. തമാശ പറഞ്ഞതാണ് അയാളോട്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഞാൻ കുറ്റ്യാടി ഭാഗത്താണ്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു? ഒന്നുമില്ല, എനിക്ക് ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഒരു കാലത്ത്. ഞാൻ ചെന്ന് പറഞ്ഞാല് എന്നെ പോലെ തന്നെയായിരുന്നു, കാണാൻ എന്നെ പോലെയായിരുന്നു എന്നാണോ? ഏത് രൂപത്തിൽ എന്നെ പോലെയായിരുന്നു താങ്കൾ ഉദ്ദേശിച്ചത്? അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ പോലെ തന്നെ ഒരു മുസ്ലിമായിരുന്നു ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ഇപ്പൊ ഞാനതൊക്കെ വിട്ടു, ഇപ്പൊ കുറച്ച് നന്നായി തന്നു. ഞാൻ ചോദിച്ചാ എങ്ങനെ നന്നായത്? അപ്പൊ അയാൾ എന്നോട് പറയാണ്, ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ച് പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയപ്പോ എനിക്കൊരു സംശയം വന്നു. ചെന്നിട്ട് എന്ത് ചെയ്തു? സംശയം വന്നപ്പോ ഞാൻ ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞു. ആരോടും ചോദിച്ചില്ലേ? ഇല്ല. അവൻ അതന്നെ ഞങ്ങൾക്ക് പറ്റിയത്. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ വിവരമുള്ളവൻ എന്ന് വിചാരിച്ചാൽ ഇബ്ലീസ് ആകാൻ വലിയ പണിയൊന്നും വേണ്ടി വരൂല. ഞാൻ അയാളോട് പറഞ്ഞു, എന്തായിരുന്നു നിങ്ങളെ സംശയം? സംശയങ്ങൾ ധൈര്യത്തിൽ ചോദിച്ചോ. അറിയാമെങ്കിൽ അറിയാന്ന് പറയാ, അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് പറയാം. അവിടെ ചോദിക്കാൻ ധൈര്യത്തിൽ ചോദിച്ചോ അല്ലേ? ചോദിക്കുന്നതിന് പേടിക്കണ്ടില്ലല്ലോ, ആർക്കും എന്തും ചോദിക്കാം. ചോദിക്കുമ്പോഴേക്ക് അതിനെല്ലാം ഉത്തരം പറയാൻ നമ്മളാരും ഇമാം ഷാഫി തങ്ങളല്ലല്ലോ. അവിടെ ധൈര്യത്തിൽ ചോദിച്ചോ, ആർക്കും എന്തും ചോദിക്കാം. പക്ഷെ പറയല് അറിയുന്നതാണെങ്കിൽ പറയും, അറിഞ്ഞാൽ തന്നെയും ചിലപ്പം പറയാൻ പറ്റാത്താണെങ്കിൽ ഒറ്റയ്ക്ക് പറയൂല. ചിലപ്പോൾ പലതും പല രൂപത്തിലാ ബോധ്യപ്പെടുത്തേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി ഖളർ അലൈഹിസ്സലാം. ഖളർ അലൈഹിസ്സലാമിനെ അറിയില്ലേ? എന്താ ഒരു അലൈഹിസ്സലാമൊക്കെ ചെല്ലാരും മടി. നമ്മളെ നാട്ടിൽ ഏതോ രാജിക്കാന്റെ പേര് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. മഹാനായ നബിയുല്ലാഹി ഖളർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. മഹാനാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. നബിയാകട്ടെ വലിയാകട്ടെ, എന്തായാലും മഹാനാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അവൻ നബിയുല്ലാഹി ഖളർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് അല്ലെ? ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലുണ്ട്. ചരിത്രങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഖളർ അലൈഹിസ്സലാം എന്തുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനൊക്കെ സംഭവിക്കും, അവിടെ നിങ്ങൾ എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? ഖളർ നബി അലൈഹിസ്സലാം ആദ്യം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല ഞാനും വരാം. അവ കൂടെ കൂട്ടിയിട്ട് ഓരോന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു. ചിലത് പഠിപ്പിക്കേണ്ടത് അങ്ങനെയായിരിക്കും. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒറ്റയടിക്ക് നോന്നോ യെസ്ന്നോ മറുപടി പറഞ്ഞാൽ ചിലപ്പോ അത് മനസ്സിലാകൂല. പിന്നെ അത് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോ തലവേദന വരേണ്ടി വരും. ചില ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ രോഗം വരേണ്ടി വരും, പ്രയാസം വരേണ്ടി വരും. എനിക്കറിയാം, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. എനിക്കറിയാം ഒരാളെ, അയാളോട് ഞാൻ സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് വെച്ചു. അയാളൊരു നയാകാശ് തന്നില്ല എന്ന് മാത്രമല്ല, അയാളെ ഈകേത്തിയിട്ട് തിരിച്ചു വിട്ടു. കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാണണം. ചെന്ന് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്. നിങ്ങൾ അന്ന് ചോദിച്ചാൽ അതിനേക്കാളും പൈസ ഞാൻ തരാം, ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പൊ ചിലർക്ക് അങ്ങനെ കൊടുക്കണമെങ്കിലും അതുപോലെ ആഖിറത്ത് ഓർമ്മ വരണമെങ്കിൽ എന്തെങ്കിലും രോഗമൊക്കെ വരണം. അല്ലാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. മാറാ രോഗങ്ങൾ നമുക്ക് ആർക്കും അല്ലാഹു തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. ചിലപ്പോൾ അങ്ങനെയാണ് ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് അങ്ങനെയല്ല, പറയുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാരും ഒരുപോലെയാകൂല. അവ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ച ചോദ്യം കേട്ടപ്പോ ഞാൻ തന്നെ ചിരിച്ചുപോയി. വളരെ നിസ്സാരമായ ഏത് കുട്ടികൾക്കും അറിയുന്ന ചോദ്യമാണ്. എന്താ നിങ്ങളെ കാര്യമായ ചോദ്യം? അപ്പൊ അയാൾ പറയാണ്, ഖുർആനിലുണ്ട് വെള്ളത്തിൽ നിന്നാണ് എല്ലാം പഠിച്ചത് എന്ന് ഖുർആനിലില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ നിന്നാ പഠിച്ചത് എന്നുണ്ട്. പിന്നെന്താ, ഒരു തർക്കമില്ലല്ലോ. വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കാം എല്ലാ വസ്തുക്കളെയും പഠിച്ചുകൊണ്ടല്ലേ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, ഖുർആനിൽ തന്നെ മണ്ണുകൊണ്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ സംശയം. ഞാൻ ചോദിച്ചു അയാളോട്, നിങ്ങൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? അയാൾ പറഞ്ഞു, ട്രെയിനിലാണ്. ഞാൻ ട്രെയിനിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ? അല്ല, വണ്ടിയിലാണ് എന്ന് പറയാ. ഞാൻ ചോദിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ല, റെയിൽ പാളത്തിന്റെ മേലെയാണ് എന്ന് പറയാ. പിന്നെന്താ പറയാൻ പറ്റുക? ആകാശത്തിന്റെ അടിയിലാണ് എന്ന് പറയാ, ഭൂമിയുടെ മേലെയാണ് എന്ന് പറയാ, വായുവിലാണ് എന്ന് പറയാ അല്ലെ? അങ്ങനെ ഓരോന്ന് പറയിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ തീരുമാനമായില്ലേ? നിങ്ങൾ എവിടെയാ ഉള്ളത്? നിങ്ങൾക്ക് എന്നെ തീരുമാനമായില്ലേ? നിങ്ങൾ എവിടെയാ ഉള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, ആ ശരിയാണ്, ഞാൻ ഇതൊക്കെ പറയാൻ പറ്റും എന്ന് അയാൾ അംഗീകരിച്ചു. ഞാൻ ചോദിച്ചു, ഇത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്? മണ്ണ് കൊണ്ട് പഠിച്ചു പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചില്ല എന്നതില്ലല്ലോ. മണ്ണ് കൊണ്ട് മാത്രമാണ്, വെള്ളം കൂടാതെയാണ് പഠിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞോ? ഇല്ല, മണ്ണ് കൊണ്ടാണ് പഠിച്ചത്. വെള്ളം കൊണ്ടുപോകാം, വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പലതും ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇനി വേറൊരു സ്ഥലത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോഴേക്ക് ഖുർആനൊക്കെ വൈരുദ്ധ്യാണ് എന്ന് പറയുന്ന വിവരം കെട്ടവന്റെ കൂട്ടത്തിലായാൽ എങ്ങനെയാണ്? പക്ഷേ ഹിദായത്ത് അല്ലാഹു കൊടുക്കണല്ലോ. അയാൾ പറഞ്ഞു, ഇനിയും സംശയമുണ്ട് എന്ന് പറഞ്ഞ അയാൾ എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതേ മനുഷ്യന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുമ്പോൾ വരുമ്പോഴേക്ക് ഇതൊക്കെ ഒരു തമാശയാണ്, കളിയാണ് എന്ന് വിചാരിച്ച് അള്ളാഹിന്റെ ദീനിനെ തള്ളിക്കളഞ്ഞാൽ
നഷ്ടം അല്ലാഹക്കല്ല, നഷ്ടം ദീനിനെ തള്ളിക്കളഞ്ഞവനാണ്. ഇപ്പൊ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ആളുകൾക്കിടയിൽ ഫേമസ് ജനങ്ങളുടെ അറിയപ്പെടാൻ, ജനങ്ങളുടെ ബഹുമാനം കിട്ടാൻ, അങ്ങനെയൊക്കെ ചില ആളുകൾ ഇപ്പൊ ഏതെങ്കിലും മതത്തിന്റെ വിരോധികളായി അഭിനയിക്കുന്നത് കണ്ടിട്ടോ, അവരെ വാക്കുകൾ കേട്ടിട്ടോ നമ്മളൊക്കെ ഇസ്ലാമിനെതിരാണെന്ന് പറയുന്നത് കേൾക്കുമ്പോ അത് കേട്ടിട്ട് ആസ്വദിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നവരായാൽ നഷ്ടപ്പെടുന്നത് ഈമാനാണ്. അത് ചെറിയ സംഗതിയല്ലേ? അല്ല. നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഖേദിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും വലിയ ആദരവുള്ള അല്ലാഹ് തന്ന നിഅമത്താണ് ഈമാൻ കേട്ടോ. അല്ലാഹ് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാ മുഅ്മിനീങ്ങളെയും അവന്റെ മഹളായ ഫദ്ൽ കൊണ്ട് അല്ലാഹ് പെടുത്തി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് മറന്നുപോയോ? മുമ്പ് കാലത്തുണ്ടായിരുന്നത് പലതും ഇന്ന് മാറ്റങ്ങൾ വന്നുപോയി, ഒരുപാട് പുരോഗമിച്ചു പോയി. അപ്പൊ നമുക്കിങ്ങനെ തോന്നുകയാണ്, അന്നത്തെ കാലത്ത് അതില്ലല്ലോ, ഇതില്ലല്ലോ, ഇന്നത്തെ കാലത്തല്ലേ എല്ലാ സംവിധാനങ്ങളുള്ളത്, എന്നിട്ടും എന്റെ മനുഷ്യനിങ്ങനെ പഴഞ്ചനങ്ങ ഇസ്ലാമുമായി നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന വിവരം കെട്ടവനായാൽ, ചിന്തയില്ലാത്തവനായാൽ, ആലോചനയില്ലാത്തവനായാൽ. മഴ പെയ്യുന്നുണ്ട്, സ്പീക്കർ അവര് പോത്തു, അങ്ങോട്ട് നോക്കിയിരിക്കണ്ടില്ലല്ലോ. സ്പീക്കർ കുറെ ദൂരെ നിന്നൊന്നും വന്നല്ല, ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വന്നാണ് പ്രസംഗിക്കാന്. ഞാനിപ്പൊ അങ്ങ് പോവുകയും ചെയ്യും. പോന്നവരെ എന്നെ കാണാൻ പറ്റും, സ്പീക്കർ അവിടെ തന്നെ ഉണ്ടാവും, നാളെയും വന്നാൽ കാണാം. അതുകൊണ്ട് ഇങ്ങോട്ടെന്നെ നോക്കണം. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരട്ടെ. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പഴയ കാലത്തില്ലാത്ത പലതും ഇന്നില്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് പുരോഗമിച്ചില്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തണ്ടേന്നാ തോന്നല്. ഞാൻ ചോദിക്കട്ടെ, ഏത് കാലത്താ ഇത് മാറ്റി പറയാൻ കഴിയാ? ഏത് കാലത്താണ് ഇത് മാറ്റി പറയാൻ കഴിയാ? ഞാൻ ചോദിക്കുന്നത്, 1400 കൊല്ലം മുമ്പ് ജീവിച്ചവർ അവരവിടെ നിൽക്കട്ടെ. നമ്മളെ ഉപ്പാപ്പാരോട് ചോദിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? വാപ്പാന്റെ കുട്ടിക്കാലത്ത് കല്യാണ വീടുകളിൽ ഗേറ്റ് അടച്ചു വെച്ചിട്ട് ആള് വരുമ്പോൾ ക്ഷണിക്കപ്പെട്ടവനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗേറ്റ് തുറക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉപ്പാപ്പാരത പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. കല്യാണത്തിന് വരുന്ന ആളുകളെ ഗേറ്റ് തുറന്നു കൊടുക്കുവാൻ അവര് വരുമ്പോ ക്ഷണിച്ചതാണോ അല്ലേന്ന് നോക്കിയിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാ അങ്ങനൊക്കെ കഷ്ടപ്പെട്ടത്? അപ്പം ബാപ്പ പറയാണ്, മോനെ, അന്നത്തെ കാലത്ത് കോഴി എന്ന് പറഞ്ഞാൽ ചിലപ്പോ മാസത്തിൽ ഒരിക്കലാണ്, അല്ലെങ്കിൽ ഒരു റമദാനിലാണ്, ആഴ്ചയിൽ ഒരിക്കലാ മീന്. അങ്ങനെ നല്ല സ്വകാര്യ ഭക്ഷണം കിട്ടുന്ന കാലായിരുന്നില്ല. ഈ ഇന്നത് പറയുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല, അല്ലേ? കാരണം രാവിലെ നേറ്റാ മകന് വേണ്ടത് നല്ല പരന്നു നിന്ന കോഴിയാണ്. ഉച്ചയായാലോ അതേ ഉച്ചയായാ കിട്ടേണ്ടത് നല്ല എണ്ണയിൽ പൊരിഞ്ഞ കോഴിയാണ്. രാത്രിയായാലോ മെഷീനിൽ തിരിഞ്ഞു വന്ന കോഴിയാണ്. ഇപ്പൊ തിരിഞ്ഞതും മറിഞ്ഞതും എണ്ണയിൽ കുളിച്ചതും ഇങ്ങനെയൊക്കെ ആയിട്ട് പല രൂപത്തിലുള്ള കോഴി തന്നെ. ഞാൻ ഈ അടുത്ത് ദുബായിൽ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മകനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മകൻ എന്താ മോനെ കഴിക്കല്, ഭക്ഷണം എന്താ കഴിക്കല്? ഇങ്ങനെ വല്ലാതെ പേടിയാകുന്ന രൂപത്തിൽ അവന്റെ തടി അധികരിച്ചിട്ടുണ്ടല്ലോ. സ്വകാര്യത്തിൽ ചോദിച്ചതാ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, തടിക്കാതെ ഇരിക്കുള്ളൂ, ബ്രോയിലർ കോഴി കടിച്ച മരുന്ന് തീർത്തു അവന്റെ ശരീരത്തിലുണ്ടാകുക, രാവിലെ ഉച്ചക്കും വൈകുന്നേരം കോഴി തന്നെ വേണം, വേറൊരു സാധനം വേണം, അവനെ തടിച്ചിട്ടില്ലെങ്കിലാ പറയേണ്ടത്. ഇങ്ങനെയാ നമ്മളെ സമൂഹം ഇപ്പൊ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ രാത്രി ഇന്നത്തെ കാലത്ത് വളരെ കല്യാണ വീട്ടിൽ വരുമ്പോ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൻ പോയിട്ട് കല്യാണ വീട്ടിൽ ഏത് ഭക്ഷണം കൊടുക്കണമെന്ന് പരക്കാരൻ അറിയുന്നില്ല, വീട്ടുകാരനറിയില്ല, നാട്ടുകാർക്കറിയില്ല, എന്തൊക്കെയാ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ബേജാറിലാണ്. നിങ്ങളെ നാട്ടിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ആ നിലക്ക് വിവാഹങ്ങളൊക്കെയും മാറിപ്പോയില്ലേ? ഒന്നുകൂടി ചോദിക്കട്ടെ, മുമ്പ് കാലത്ത് നമ്മളെ എന്റെ മദ്രസയിലൊക്കെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകുന്ന കാലത്ത് ഏകദേശം ഒരു 5, 6, 7ഓളം ഓലയും ഓടക്കമേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടോ എന്നറിയില്ല. എന്റെ നാട്ടില് ചിലപ്പോൾ മഷീട്ട് കപ്പിയാൽ ചിലപ്പോൾ കിട്ടൂല. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. ഓല മേഞ്ഞ വീട് മഷീട്ട് കപ്പിയാലും എന്റെ നാട്ടിൽ കാണൂല. ഇവിടെ ഉണ്ടോ?
ഉണ്ടോ? ഇല്ല, കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളായിരിക്കും. ഒന്നോ രണ്ടോ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇനി പരിശോധന നടത്തി നോക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സർവേ നടത്തിയാലേ കിട്ടുള്ളൂ. കാരണം അത്രയും അറിയൂല. അങ്ങനെയുള്ള കാലൊക്കെ മാറിപ്പോയി. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉപ്പാപ്പന്മാർ ഓലമേഞ്ഞ വീട്ടിൽ ജീവിക്കുമ്പോ അവരിങ്ങനെ ടെൻഷൻ അടിച്ചോ, പഠിച്ചോനെ എനിക്കൊരു ബാർപ്പിന്റെ വീടില്ലാതായി പോയല്ലോ? അവർ ചിന്തിച്ചോ? അവര് ഓലമേഞ്ഞ വീട് നല്ല വിശാലമായി അവർക്ക് പറ്റുന്നതിന്റെ ഏറ്റവും വലിയ വിശാലമായ രൂപത്തിൽ നിർമ്മിച്ച് സുഖലോലുപതിയിൽ അവർ ജീവിച്ചു, അല്ലെ? എന്തെങ്കിലും ടെൻഷൻ അവർക്ക് ഉണ്ടായോ? അവരേറ്റവും പ്രൗഢിയുള്ള രൂപം, അന്നത്തെ ഏറ്റവും പ്രൗഢിയുള്ള രൂപം അതങ്ങനെ ഉണ്ടാകുമെന്ന് അവര് ചിന്തിച്ചത്. അവരാരെങ്കിലും ഇന്നത്തെ കാലത്തുള്ള സാധനം കിട്ടാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചോ? അല്ലാതെ അന്നത്തതിൽ കൂടുതലായില്ല എന്നല്ലാതെ, അന്നത്തതിൽ വിശാലത കൂടുതലായില്ല, അല്ലെങ്കിൽ അവർ അന്നത്തതിൽ അവർ അനുഭവിക്കുന്നതിന്റെ ഏറ്റവും ടോപ്പിലായില്ല എന്നല്ലാതെ ഇന്നത്തെ കാലത്തുള്ള വിശാലത അവർ ആഗ്രഹിച്ചിട്ട് ടെൻഷൻ അടിച്ചോ? ആരും അടിച്ചിട്ടില്ല. കാരണം ആഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ ഒരു സാധനമുള്ള വിവരം തന്നെ അറിയില്ല, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ബാപ്പ വീട്ടിന്റെ പരിസരത്തെത്തിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഏകദേശം 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രം കിട്ടുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഒരു സാധനം, ഫോൺ പോലത്തെ ഒരു സാധനം, വാപ്പാന്റെ കയ്യിൽ ഒരു ഫോൺ പോലത്തെ ഒരു സാധനം ഉണ്ട്. വീട്ടിലൊരു പെട്ടിയുണ്ട്. വീട്ടിന്റെ 2 കിലോമീറ്ററിനുള്ളിൽ എത്തിയാൽ വാപ്പയിൽ വിളിക്കും, ഞാൻ വരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം എടുത്തു വെക്കണം, അല്ലെ എന്താ വേണ്ടതെന്ന് അതിൽ പറയും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഏറ്റവും വലിയ ബഹുമാനമുള്ള മൊബൈലാ. അത് എന്റെ നാട്ടിൽ തന്നെ ചിലപ്പോൾ 1-2 വീടുകളിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെ? മൊബൈൽ ഇല്ലാത്ത ഒരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് അവർക്ക് തോന്നിയോ ഈ ഒരു സംവിധാനം ഒന്നും പോരാ, എല്ലാവരെയും വിളിച്ചാൽ കിട്ടുന്ന സംവിധാനം വേണം? അവരാരും അതിന്റെ പേരിലൊന്നും ടെൻഷൻ അടിച്ചിട്ടില്ല. അത് ഏറ്റവും നല്ല നിലക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു എന്നല്ല. അതെ, ഇന്നത്തെ കാലത്തുള്ള പഠിച്ചോനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും 60 കൊല്ലം മുമ്പ് ടെൻഷൻ അടിച്ചോ? ഫേസ്ബുക്ക് ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഉപ്പാപ്പാര് മുമ്പ് കാലത്ത് ടെൻഷൻ അടിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അവർ നല്ല സുഖലോലുപരായി ജീവിച്ചിട്ടുണ്ട്. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഒരേ ഒരു കാര്യം മരിച്ചാ കബറിൽ വേണ്ട ഉസ്താദേ. തമാശ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു എന്താണ്? മൊബൈലും നെറ്റ്വർക്കും ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ലെങ്കിൽ സാരമില്ല. അവിടെ വേറൊന്നും വേണമെന്നില്ല, ഒരു മൊബൈലും വേണം, അതിന് നെറ്റ്വർക്കും വേണം, വൈഫൈയും കിട്ടിയാൽ സുഖലോലുപരായിരിക്കും. യാമന്നാൾ വരെ അവിടെ കിടന്നോളൂ, ഒരു കുഴപ്പമുണ്ടാക്കൂല. അത് എന്താ കാരണം? അവൻ അനുഭവിക്കുന്നതിന്റെ ഏറ്റവും ടോപ്പാണ് അവനെ പറയുന്നത്. അവൻ പറയുന്ന സ്വർഗം അവനിക്കറിയില്ല, അവൻ കേട്ടിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ രൂപം എങ്ങനെയാണ്? ഖാലിദീന ഫീഹാ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. എന്നും ജീവിക്കേണ്ട ലോകാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ അടിയിലൂടെ അരുവികൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്നാ ഖുർആൻ പറയുന്നത്. ഇന്നാണെങ്കിലോ അരുവികളല്ല, ഒരു പുഴയുള്ള നല്ല പുഴപക്കത്തുള്ള വീടാണെങ്കിൽ നിങ്ങൾ എടുക്കും. ഇപ്പോ മാർക്കറ്റിൽ തീരെ വിലയില്ല. കാരണം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നതിന് എല്ലാവർക്കും പേടിയാ. കാരണം അവിടെ വെള്ളം കയറുമോ എന്നുള്ള പേടിയാണ്. സ്വർഗത്തിൽ അങ്ങനെ ഒരു വേദാറുണ്ടോ? ഒരു വേദാറും ഇല്ലാത്ത ലോകം. ഈ അടുത്ത് നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനായ ചെറുപ്പക്കാരനായ ഒരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിരീശ്വരവാദികൾ ഇങ്ങനെ തമാശയൊക്കെയാണ്. എന്താ അയാൾ പറയുന്നത്? സ്വർഗത്തിൽ എന്താഗ്രഹിച്ചാലും കിട്ടും, ചുട്ട കോഴി വേണമെന്ന് വിചാരിച്ചാൽ കിട്ടും. അപ്പൊ ഈ നിരീശ്വരവാദി ചോദിക്കുകയാണ്, അങ്ങനൊക്കെ ഒരു ലോകം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്ന ചിത്രം ഇട്ടിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എത്ര വിവരമില്ലാത്ത മനുഷ്യനായി ഇയാള്, അല്ലെ? എത്ര ചിന്തയില്ലാത്തവനാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഫോൺ എടുത്തിട്ട് എന്റെ ഫോണിൽ ഓണാക്കിയിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ പരിസരത്ത് ഏറ്റവും നല്ല റെസ്റ്റോറന്റ് ഏതാന്ന് പരിശോധിച്ച് അതിൽ ഏറ്റവും നല്ല ഫുഡ് ഈ ലൊക്കേഷനിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ഞാൻ ലൊക്കേഷൻ അടിച്ച് അതിൽ കൊടുത്ത് പൈസ അടിച്ചാൽ സാധനം ഇവിടെ വരും, അല്ലെ? സാധനം ഇവിടെ വരും. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഉപ്പാപ്പാരെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? പീടിയെ പോയിട്ട് വാങ്ങാൻ തന്നെ പൈസ ഇല്ലായിരുന്നു മൊയിലേനെ. ഇതിൽ കുത്തിയിട്ട് വാങ്ങല അവിടെ പോട്ടെ, അല്ലെ? അന്ന് കടയിൽ പോയി വാങ്ങാൻ സ്വന്തത്തിൽ ക്യാഷ് ഇല്ല, കടയിൽ വിൽക്കുന്നവർക്കും വാങ്ങി വെക്കാൻ പൈസ ഇല്ല. അങ്ങനെ പ്രയാസപ്പെടും. ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ സാധനം വാങ്ങാനുള്ള സാധനം കിട്ടാനുമില്ല, അല്ലെ? അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ? അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയോ? അന്നത്തെ കാലത്ത് ഇങ്ങനെ മൊബൈലിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിയാൽ തിരിയുന്ന കോയി എന്റെ വീട്ടിന് മുന്നിലേക്ക് ഇങ്ങനെ വന്ന് വീഴും. 1 മണിക്കൂർ കൊണ്ട് വരും എന്നാ പറയുന്നത്. 1 മണിക്കൂർ കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ കിട്ടും, അല്ലെ? സാധനവും കിട്ടും, ഇങ്ങോട്ട് പൈസയും തരും. ഇങ്ങനെയൊക്കെ കമ്പനികളില്ലേ ഇപ്പോ? അത് പഴയ കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? എന്താ വിശ്വസിക്കാത്തത്? അനുഭവസ്ഥരല്ലാത്തത് കൊണ്ട്. അവരുടെ ജീവിതത്തിൽ അവരതൊന്നും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൊബൈൽ തന്നെ അവർ കണ്ടിട്ടില്ല. അവരുണ്ട് അത് വിശ്വസിക്കാനും അവർക്ക് പറ്റിയിട്ടില്ല. എന്നാ സ്വർഗം എന്ന് പറഞ്ഞാ നീ അനുഭവിച്ചിട്ടില്ല, നീ അറിഞ്ഞിട്ടില്ല, അനുഭവിക്കാനുള്ളതാണ്. എന്നും ജീവിക്കാനുള്ള ലോകമാണ്, ആഗ്രഹിക്കുന്നത് തരുന്ന ലോകമാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, അവിടെയുള്ള മക്കളാണെങ്കിലോ അവർക്ക് മീശ മുളക്കലില്ല, പ്രായം കൂടലില്ല, കണ്ടാൽ അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകലില്ല. എന്തൊരു
സുഖലോലുപതയുടെ ലോകം. നിങ്ങൾ ദുനിയാവിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? നമുക്ക് ഏറ്റവും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമുണ്ട്. അതെപ്പോഴാ? കുട്ടികളോട് ഏറ്റവും സ്നേഹം ഉണ്ടാകുന്ന പ്രായം എപ്പോഴാ? സംസാരിച്ച് പഠിക്കുന്ന ഒരു സമയം അല്ലെ? ഉപ്പാന്ന് ശരിക്കും പറയാൻ അറിയാത്തോണ്ട് ഉപ്പ് എന്ന് വിളിക്കുക കുട്ടി. ആരാ? വാപ്പാനാ. അപ്പൊ വാപ്പാക്ക് ഭയങ്കര സന്തോഷാണ്. എന്റെ മോൻ ഉപ്പ് എന്ന് വിളിച്ചാൽ സന്തോഷമല്ല, അങ്ങനെങ്കിലും പറയുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷ അല്ലെ? ഉപ്പ് എന്ന് വിളിക്കുമ്പോ എന്റെ മോൻ എന്നെ ഉപ്പ് എന്ന് ഇങ്ങനെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ? അല്ല, ഉപ്പാന്ന് വിളിക്കാൻ അറിയാത്ത കുട്ടി ഉപ്പ് എന്ന് പറഞ്ഞു കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷാണ്. അത് കേട്ടിട്ട് വാപ്പ ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. നടക്കാൻ കഴിയാത്ത കുട്ടി ഇങ്ങനെ പിച്ച വെച്ച് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷാണ് അല്ലെ? ഭയങ്കര റാഹത്താണ്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സും കഴിഞ്ഞ് ഈ കുട്ടി ഉപ്പ് തന്നെയാ ഉപ്പാനെ വിളിക്കുന്നത്. കാരണം ഉപ്പാന്ന് പറയാനാകുന്നില്ല. അതിന്റെ അപ്പുറം ഈ കുട്ടിക്ക് ഒന്നും പറയാനാകുന്നില്ല. നല്ല സന്തോഷം ഉണ്ടാവോ? സംസാരിക്കാനൊന്നും പഠിക്കാത്തൊരു കുട്ടി ഇങ്ങനെ വളർന്നു വന്നിട്ടും സംസാരിക്കാനൊന്നും പഠിക്കുന്നില്ല. അപ്പൊ ഭയങ്കര സന്തോഷം. കാരണം അങ്ങനെ തന്നെയല്ലേ എപ്പം വേണ്ടി? ആ സന്തോഷമല്ലേ എപ്പം വേണ്ടി? എങ്ങനെയാ? അല്ല, അത് ആ പ്രായത്തിൽ മാത്രമേ പറ്റുള്ളൂ. ആ പ്രായം വിട്ട് കഴിയുമ്പോഴേക്ക് അത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ടെൻഷനാ. പഠിച്ചോനെ, എന്റെ കുട്ടിക്ക് നൊഞ്ഞാണല്ലോ അല്ലാ, എന്റെ കുട്ടിക്ക് സംസാരിക്കാൻ കഴിവില്ലല്ലോ അല്ലാ, അല്ലേ? അങ്ങനല്ലേ? ചെറിയ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പ്രായമാകുന്ന ചെറിയ മക്കള് അവരിങ്ങനെ പതുക്കെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന കാണും എന്തൊരു സന്തോഷാണ്. എന്നാ ഒരു 20 വയസ്സായിട്ട് ആ കുട്ടി ഇങ്ങനെ പതുക്കെ ചുമരൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷം ഉണ്ടാകുക. ആ ബാപ്പാക്കുള്ള ടെൻഷൻ എത്രയാ ബാപ്പ അനുഭവിക്കുന്ന വേദന. എന്തേ കാരണം? ആ കുട്ടി ചെയ്തതന്നെയല്ലേ 20 വയസ്സായിട്ടും ചെയ്തത്? അല്ല, അത് അപ്രായത്തിലെ കുട്ടിയോട് യോജിച്ചതായിരുന്നു. 20 വയസ്സായ 2 വയസ്സിന്റെ പക്വത പോരാ. 2 വയസ്സിന്റെ പക്വത 2 വയസ്സിലേ പറ്റൂ. 3 വയസ്സിന്റെ പക്വത 3 വയസ്സിലേ പറ്റൂ. 4 വയസ്സിന്റെ പക്വത 4 വയസ്സിലേ പറ്റൂ. ഇന്നലെയും ഞാനൊരു സദസ്സിലേക്ക് ചെന്നപ്പോ മെനഞ്ഞാന്ന് ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് സംസാരശേഷി കുറവാണ്, ദ്വാരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ പരിപൂർണമായ സംസാരശേഷി കൊടുത്തു ആ കുടുംബത്തിനെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞതാണ്. നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ, നമുക്ക് ആകേണ്ട പ്രായത്തിലാകണം. അതില്ലെങ്കിലോ സന്തോഷങ്ങള് ടെൻഷനാണ്, ടെൻഷനുകള് സന്തോഷങ്ങളാണ്. ആകേണ്ട സമയത്ത് ആകേണ്ടതുപോലെ ആകണം. ഇല്ലെങ്കിൽ വലിയ ബേജാറ് തന്നെ, വലിയ ടെൻഷൻ തന്നെ. അതാ ഞാൻ ചോദിച്ചത്, 2 വയസ്സിലുള്ള പക്വത 20 വയസ്സിലെത്തിയിട്ട് കാര്യമില്ല. 2 വയസ്സിന്റെ പക്വത 2-ാം വയസ്സിൽ വേണം. 3-ാം വയസ്സിന്റെ പക്വത 3-ാം വയസ്സിൽ വേണം. അങ്ങനെ ഓരോ വളർച്ചയും ആവശ്യമാകുന്ന സമയത്ത് കുട്ടിക്കുണ്ടാകണം. അപ്പോഴാ മനുഷ്യന് സന്തോഷം ഉണ്ടാകല്. ഖുർആൻ പറയുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ സ്വർഗത്തിന്റെ പ്രത്യേകത യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ ചെറിയ മക്കളുണ്ടല്ലോ, അവർക്ക് മീശ മുളക്കലില്ല, ജലദോഷ പ്രശ്നമില്ല, പനി പിടിക്കലില്ല, ഇഷ്ടപ്പെടാത്തത് ചെയ്യലില്ല. ബാപ്പമാർക്ക് സന്തോഷം നൽകുന്ന മക്കള്, എന്നും സമാധാനം നൽകുന്ന മക്കള്, എന്നും റാഹത്ത് നൽകുന്ന മക്കള്, എന്നും സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കള്, ആ മക്കളായി നമ്മളെ മക്കള് മാറുന്നാണ് ഖുർആൻ. എന്നും ഒരുപോലെ, ഒരു മാറ്റമല്ല. നന്ന് ടെൻഷൻ ഉണ്ടോ? ഇല്ല. അതിനാ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നാ പാപ്പാക്കും താടി നിരക്കുന്ന പ്രശ്നമില്ല. ഉണ്ടോ? ബാപ്പ അങ്ങനെ നിരക്കുന്ന പരിപാടിയില്ല. നേർച്ച രോമങ്ങളായിട്ട് മരിച്ച ആളാണെങ്കിലോ അയാൾക്കും നിരയില്ല, ചുളിവില്ല, പ്രയാസങ്ങളില്ല. ദുന്യാവിലോ അതേ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോവുകയാണ്. അതാ ദുന്യാവ് എന്ന് പറഞ്ഞാൽ കറുപ്പിക്കാൻ തേച്ചതാണ്, ഉള്ളതും കൂടി നരച്ചുപോയി. കറുപ്പിക്കല് ഹറാമാണ്. താടി കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്. രോമങ്ങൾ കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്, പാടില്ലാത്തതാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് മൈലാഞ്ചി തേക്കാം. അതേ സ്ഥാനത്ത് കറുപ്പിക്കുന്നതിന്റെ വിധി പച്ച ഹറാമാണ്. ഇരിക്കട്ടെ, ദുന്യാവില് പലതും തൊട്ടാലത് ചിലപ്പോ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഇന്നും എന്റെ ഉമ്മ വിളിച്ചപ്പോൾ ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞത്. ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്. നാട്ടുകാരോട് പറഞ്ഞില്ല, കുടുംബങ്ങളോട് പറഞ്ഞില്ല, സഹചാരികളോട് പറഞ്ഞില്ല. എന്തേ കാരണം? ഡോക്ടർ സമാധാനിപ്പിക്കാൻ വേണ്ടി അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്.
ഓപ്പറേഷൻ താൽക്കോൽ ദ്വാര ഓപ്പറേഷനാണ്. രാവിലെ ഓപ്പറേഷൻ ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയിട്ട് ഭാര്യക്കും ഭർത്താവിനും ടൂർ അടിക്കാൻ പോകാന്നാ പറഞ്ഞത്. അത്ര നിസാരമായിട്ടാ ഡോക്ടർ അവതരിപ്പിച്ചത്. വൈകുന്നേരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറയുന്നത് സീരിയസ് ആണ്. രണ്ടാമത്തെ ദിവസം ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് മരിച്ചുപോയി. പിടിച്ചു വെക്കാൻ ഡോക്ടർമാർക്ക് അധികാരമില്ല, ഹോസ്പിറ്റലിന്റെ മുതലാളിമാർക്ക് കഴിയൂല. ഡോക്ടർമാർക്ക് ശ്രമിക്കാനേ കഴിയൂ, ചെയ്യാനേ കഴിയൂ. എല്ലാം തരേണ്ടവൻ അല്ലാഹുവാണ്. അതല്ലേ ഈമാനുള്ള വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ അടിയുറച്ച് റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാകണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇന്നത്തെ കാലത്ത് ചിലപ്പോ നമുക്കിങ്ങനെ തോന്നുകയാണ്, ഇന്നത്തെ IT യുഗല്ലേ മുസ്ലിയാരെ. ഇന്നത്തെ കാലത്തും അള്ളാനെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബേജാറ് തന്നെ. ഇന്നത്തെ കാലത്ത് പറയേണ്ടതൊന്നല്ലല്ലോ മുസ്ലിമീങ്ങൾ പറയുന്നത്. അല്ല, എല്ലാ കാലത്തും പറയേണ്ടതാ മുസ്ലിമീങ്ങൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് എന്നല്ല, കഴിഞ്ഞുപോയ കാലത്തും അല്ല, വരാനിരിക്കുന്ന കാലത്തും അല്ല, എല്ലാ കാലത്തും പറയാനുള്ളതാ മുസ്ലിമീങ്ങൾ പറയുന്നത്. ഒരു മാറ്റമല്ല. IT അല്ല, ഇതിനേക്കാളൊക്കെ എത്ര പുരോഗമിച്ചാലും ഇപ്പൊ ഫോണിൽ കാണാനല്ലേ പറ്റുള്ളൂ അല്ലേ? ഫോണ് കാണാൻ പറ്റൂലേ? ആരെ? അമേരിക്കയിലുള്ള ആളെ ഇവിടുന്ന് കാണാൻ പറ്റൂ അല്ലേ? കാണാൻ പറ്റൂലേ? എല്ലാവർക്കും പറ്റൂ. ഇപ്പൊ കുട്ടികളും അല്ലെ ഉപ്പാപ്പാരും എല്ലാവരും പഠിച്ചു. ഓൺലൈനിലൊക്കെ എങ്ങനെയാ കയറേണ്ടത് കൊറോണ പഠിപ്പിച്ചു തന്നു അല്ലേ? എല്ലാവർക്കും അറിയാം. ഇപ്പൊ കാണാനേ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകൾ ഇവിടുന്ന് തൊടാൻ പറ്റൂന്നാ. അതെങ്ങനെ വലിയരെ അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പം പറയാൻ പറ്റൂല. മുമ്പ് കാലത്ത് കാണാൻ പറ്റൂന്ന് പലരും വിശ്വസിച്ചിരുന്നോ? ഇനി തൊടാനും പറ്റും. ഇവിടുന്ന് തൊടുമ്പോ അവിടെ തൊട്ട സുഖം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കലല്ലാതെ വേറെ നിർവാഹമില്ല. അപ്പോഴൊന്നും ദീനിന്റെ നിയമത്തിന് മാറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം ഏത് കാലത്തും ഒരേ ഒരു നിയമം, ഒരു വ്യത്യാസവുമില്ലാത്ത നിയമം. അത് ഏതെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോ മാറ്റം വരുത്താനുള്ള മതമല്ല ഇസ്ലാം. എല്ലാ കാലത്തേക്കും ഒറ്റ മതം, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു മാറ്റവും വരുത്താത്ത മതം, മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരു തകരാറുമില്ലാത്ത മതം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പുരോഗതി, എല്ലാ പുരോഗതിയും പുരോഗമിച്ചിട്ട് ഫിഖ്ഹിൽ കിട്ടാത്ത മസലകളുണ്ടോ? ഉണ്ടോ? ഫിഖ്ഹിയായിട്ട് എന്തെങ്കിലും കിട്ടാത്ത മസലകളുണ്ടോ? കിട്ടാത്തത് ചിലപ്പോ ചോദിക്കപ്പെടുന്ന ഉസ്താദിനറിയാത്തത് കൊണ്ട് എന്നല്ലാതെ കിതാബിൽ ഇല്ലാത്തതായിട്ടൊരു വിവരമില്ല. ഇന്നത്തെ കാലത്തുള്ള ഏത് സംവിധാനം ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും മനുഷ്യനാവശ്യമായ എല്ലാ ഫിഖ്ഹിന്റെ നിയമങ്ങളും മുൻഗാമികളായ ഇമാമികൾ അവര് രേഖപ്പെടുത്തി വെച്ചു. എങ്ങനെ രേഖപ്പെടുത്തി വെച്ചു? ഖുർആനിൽ നിന്ന് അവർ ഗ്രഹിച്ചെടുത്തു, പിന്നെയോ ഹദീസിൽ നിന്ന് അവർ ഗ്രഹിച്ചെടുത്തു, എന്നിട്ട് അവർ എഴുതി വെച്ചു. ഇന്നും അത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞ മതത്തിന് ഒരു വ്യത്യാസവും വരുത്താതെ ലോകം മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ മതമാണ്, ലോകസിദ്ധാവായ റബ്ബിന്റെ ദീനാണ്. ഇതേതെങ്കിലും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ ഇന്ന് ജീവിക്കുമ്പോ നമ്മൾ പറയും ഭയങ്കര മാറ്റാണ് കാലത്തിന്, നമുക്ക് ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലുള്ള ജീവിതമാണ്. ഇത് തന്നെയാണ് നമ്മളെ മുൻഗാമികളെ ജീവിക്കുമ്പോഴും പറഞ്ഞത് അല്ലേ? നമ്മളെ ഉപ്പാപ്പാര് ജീവിക്കുമ്പോ അവരാരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ടോപ്പ് ലെവല് ജീവിതമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജീവിതമൊന്നുമില്ല എന്നാരെങ്കിലും പറഞ്ഞു വെറുതെ ഇരുന്നോ? അവർക്ക് കാറില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, പൈസ ഉണ്ടാക്കിയിട്ട് എന്താക്കാനാ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? നമ്മളെ ഉപ്പാപ്പമാരൊക്കെ വീട്ടില, എവിടെയും പോകൂല, ഒന്നും ചെയ്യൂല, പണിക്കും പോകൂല, ഒന്നും പോകൂല. തിന്നാൻ എന്തായാലും വീട്ടിലുള്ള തേങ്ങയും ഇതൊക്കെ വിറ്റാൽ തന്നെ കിട്ടും. ഇവിടെ ഇരിക്കുക. എന്താ കാരണം? എന്ത് കിട്ടിയിട്ട് എന്താ, എന്ത് ചെയ്യാനാ? ഫ്ലൈറ്റും ഇല്ല, ട്രെയിനും ഇല്ല, യാത്രയില്ല, ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയാ? അല്ല, അവരന്ന കിട്ടിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവര് ജീവിച്ചു അല്ലേ? ലോകം മുഴുക്കെ കറങ്ങി. ആര്? ഫ്ലൈറ്റുള്ള കാലത്തല്ല, ഫ്ലൈറ്റുള്ള കാലത്ത് കറങ്ങിയതിനെ കുറിച്ചല്ല പറയുന്നത്. ലോകം മുഴുക്കെ കറങ്ങി. ആര്? ഒരു പണ്ഡിതൻ ലോകം മുഴുക്കെ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തു. കാറുമില്ല, ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാ ഫ്ലൈറ്റും കിട്ടിയിട്ട് ദുബൈന്റെ അപ്പുറം ഇതുവരെ പോയിട്ടില്ല. അല്ലെങ്കിലോ സൗദി അറേബ്യയിൽ ഉംറക്ക് പോയത്, അതല്ലാത്ത ഇതുവരെ പോയിട്ടില്ല. പൈസയുണ്ട്, എല്ലാം ഉണ്ട്, ഉംറക്കന്നെ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയും ഗതികെട്ടയിലെ ആളുകളുണ്ട്. ഹജ്ജിനും പോയിട്ടില്ല. പൈസ വേണ്ടതുപോലെ ഉണ്ട്, പക്ഷെ പോകാൻ പൈസ ഒക്കെ ഉണ്ട് ധാരാളം, പക്ഷെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്താ പോകാത്തത്? അത് സമയമായിട്ടില്ല. എപ്പോഴാ കബറിലെത്തിയിട്ടാ? ഹജ്ജിന് പോകാനുള്ള പൈസ ഉണ്ടായിട്ട്, അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട്, കഴിവുണ്ടായിട്ട്, പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോകാത്തവനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുന്നു, അവനവന്റെ നാശമുണ്ടാകട്ടെ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാനുള്ള വഴികൾ ഉണ്ടായാൽ പോയിട്ട് ഹജ്ജ് ചെയ്യണം.
അല്ലാതെ ഫ്ലൈറ്റ് കയറാൻ പേടിയാണെന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഫ്ലൈറ്റ് കയറാൻ പേടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വാഹനത്തിലും കയറാൻ പേടിക്കാതിരിക്കരുത്, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ അപകടമുള്ള വാഹനം ഏതാ? നമ്മൾ റോഡ് മേലുള്ള കാറാണ്. അതിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ലോകത്തെ ഏറ്റവും അപകടമുള്ള വാഹനമാണ് നമ്മളെ ബൈക്ക്. അതും എടുത്തിട്ടായി ഉപ്പാപ്പമാര് തീർത്തുന്നോട്ടില്. എന്നിട്ട് ഫ്ലൈറ്റ് കയറാൻ പറയുമ്പോൾ ഭയങ്കര പേടി. നിങ്ങൾ ആരെങ്കിലും വായിച്ചു? എല്ലാ ദിവസവും പത്രത്തിൽ ഉണ്ടാവോ ഫ്ലൈറ്റ് അപകടം എന്ന്? ഉണ്ടാവോ? മാസത്തിലൊന്നും ഉണ്ടാവോ? ഇല്ല. കൊല്ലത്തിൽ 1, 2, 3 അപകടങ്ങൾ അരിച്ചു പെറുക്കിയാൽ ചിലപ്പോൾ കിട്ടും. അതേ സ്ഥാനത്ത് വാഹന അപകടം ഇല്ലാത്ത പത്രം ഉണ്ടാവോ? വാഹന അപകടം ഇല്ലാത്ത ദിവസം ഉണ്ടാവോ? പക്ഷെ ഫ്ലൈറ്റ് കയറാൻ പറയുമ്പോൾ ഭയങ്കര പേടി. പേടിയൊന്നല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ ഇതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ഹജ്ജിന് കഴിയുന്നവരാണെങ്കിൽ പോകണം, ഉംറക്ക് കഴിയുന്നവരാണെങ്കിൽ പോകണം. എന്തിന്? ടൂറടിക്കാനല്ല, ലോകസിട്ടാവായ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് പോകണം. ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി യാത്ര ചെയ്യണം. അത് ആഖിറത്തിലേക്കുള്ള വലിയ സമ്പത്താണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ അനിവാര്യമായി അവൻ പഠിച്ചിരിക്കുന്നതും അവന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിനും അനിവാര്യമായതാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ കാലത്ത് ജീവിക്കുമ്പോ അവരേറ്റവും നല്ല ടോപ്പ് ലെവലില് സന്തോഷത്തിലാ ജീവിച്ചത്. ഇന്ന് നമ്മളും ജീവിക്കുന്നത് അങ്ങനെ തന്നെ. എന്നാ വരാനിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അവര് ഫോണിലൂടെയോ അല്ലാതെയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ആളുകളെ തൊടുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാം, അവരെ കാണുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാം. അന്നത്തെ കാലത്ത് ഇന്നത്തെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വളരെ ചെറിയ ജീവിതമാണ്. ഞാനൊരു ദിവസം ദുബായിൽ നിന്ന് ബാപ്പന്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു വണ്ടി, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ്, ആ വണ്ടിയുടെ ഒരു സാധനം, ഒരു സംഗതി ചെയ്യാൻ വേണ്ടി വാപ്പ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. എന്റെ വണ്ടിയല്ല, വേറെ ആളെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വിച്ച് എവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ബാപ്പ എന്റെ മുന്നിൽ നിന്ന്, എന്റെ ചെറിയ മകനുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ പോയിട്ട് ആ ലൈറ്റിന്റെ സ്വിച്ച് ബാപ്പക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ ബാപ്പ എന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ചെറിയ പുഞ്ചിരിയാണ്. അവൻ ഇറങ്ങിപ്പോയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചത്? അപ്പൊ ബാപ്പ പറയാണ്, നിന്റെ കയ്യിൽ മൊബൈൽ തന്നിട്ട് അതെവിടെ ഇതെവിടെ എന്ന് ചോദിക്കുമ്പോ നിനക്ക് തോന്നാറുണ്ടോ നിനക്ക് ഭയങ്കര കഴിവാണ്? അല്ല, അത് നിന്റെ യുഗത്തില് നിന്നോട് യോജിച്ച സാധനമാണ് മൊബൈൽ. നിന്റെ മക്കള് നിന്നെക്കാൾ ഇനി വരുന്ന പുതിയ പുതിയ സാധനങ്ങൾ നിന്നെക്കാൾ ജോറിൽ ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടപ്പോൾ തമാശക്ക് ചിരിച്ചതാ. വയല് കേൾക്കുന്ന ഈമാനുള്ള ഉപ്പമാരെ, വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, വയല് കേൾക്കുന്ന ഉമ്മമാരെ, ചിലപ്പോ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര ജോറിലാണ്, ഭയങ്കര സംഭവം പിടിച്ച ജീവിതത്തിലാണ്, നമ്മൾ ഭയങ്കര ജോറന്മാരാണ്. നമ്മളെ മക്കളിലേക്ക് അതേവരെ യുഗങ്ങൾ എത്തുമ്പോൾ അവർക്ക് ഇതൊന്നൊരു വിഷയമായി തോന്നുന്നില്ല, അല്ലേ? ഇപ്പൊ റോഡിന്റെ പണിയെടുക്കുകയാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അല്ലേ? ഇവിടെ ഇല്ലേ റോഡിന്റെ പണി തുടങ്ങിയില്ലേ? ഇല്ല, ഇന്ന് തന്നെ തുടങ്ങാൻ ഓർഡർ ചെയ്യണം. അതിനു വേണ്ടിയാ തുടങ്ങി. എല്ലാ സ്ഥലത്തും റോഡിന്റെ പണിയെടുക്കുകയാണ്. എന്നാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളെ മുമ്പ് കാലത്തുണ്ടായിരുന്ന ഒരു റോഡില്ലേ, അതിനാർക്കെങ്കിലും സൗകര്യക്കുറവ് തോന്നിയിരുന്നു? എന്നാ ഞാൻ പറയുന്ന ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഈ റോഡ് മതിയാകൂല എന്ന് മാത്രമല്ല, ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞാൽ വേണ്ട, റോഡിന്റെ പണി കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മളെ സമൂഹത്തിന് മതിയാകൂല. നിങ്ങൾ കണ്ടില്ലേ, വന്ദേ ഭാരത് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഇറങ്ങി. ആ ട്രെയിൻ ഇറങ്ങിയപ്പോ പ്രധാനമന്ത്രി വന്നു ഫ്ലാഗ് ഓഫ് ചെയ്യാൻ. എന്തിന്? ഈ വന്ദേ ഭാരത് പറഞ്ഞേക്കാൻ. ചൈനയിൽ പോയവർക്കറിയാം, വന്ദേ ഭാരതിനേക്കാൾ ജോറുള്ള ട്രെയിൻ അല്ലാതെ ചൈനയിൽ ഒറ്റ ട്രെയിൻ കാണാനില്ല. അതുപോലെ പല രാജ്യങ്ങളിലും കാണാനില്ല. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അത് കാണുമ്പോ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണല്ലേ. അതിനേക്കാൾ എത്രയോ മുന്നേ നമ്മളെ മറികടന്ന് പുരോഗതി നേടിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. 500 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്ന ട്രെയിനുകളുണ്ട്. അതുപോലെ 600-800 കിലോമീറ്റർ 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് എത്തിപ്പിടിക്കുന്ന ട്രെയിനുകളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ അത് എത്താത്തത് കൊണ്ടാണ്
ഒരു വന്ദേ ഭാരത് വന്നപ്പോ ഭയങ്കര ആഘോഷാണ്. ഇത് കണ്ടപ്പോ ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന സിറാജുൽ ഹുദയിലുള്ള എന്റെ സഹപ്രവർത്തകന്മാരായ മാനേജർമാരോടും പ്രിൻസിപ്പൽമാരോടും കഥ പറയുമ്പോ അവര് പറഞ്ഞു വന്ദേ ഭാരത് ഭയങ്കര സുഖാണ് അല്ലേ, കായംകുളത്ത് നാളെ പോകാൻ നല്ല സുഖായിരിക്കും അല്ലേ. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പ്രായം ചെന്നൊരു മാനേജർ ഉണ്ട്. അയാള് പറയാണ്, എന്റെ ചെറുപ്പകാലത്താണ് രാജധാനി എക്സ്പ്രസ് എന്ന പേരിൽ ഒരു എക്സ്പ്രസ് വന്നത്. അന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഇന്നാർക്കും അത് കാണാനില്ല, എവിടെയും ഫ്ലാഗ് ഓഫ് പറയുന്നത് കേൾക്കാറില്ല. നാളുകൾ കഴിയുന്നതിനനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആ പുരോഗമനത്തിന്റെ മുന്നിൽ പഴയത് പഴയതായി പോയി. ഇന്ന് ഭയങ്കര ജോറാണ് എന്ന് പറഞ്ഞത് നാളെ പഴഞ്ചനായി പോയി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? വേഗം കേൾക്കുന്നുണ്ടോ? ഭയങ്കര ഔലിയാക്കളാ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വന്ദേ ഭാരതും രാജധാനിയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ട്രെയിനൊക്കെ അവിടെ വെക്കട്ടെ. ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു 20 കൊല്ലം മുമ്പുള്ള ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ നിങ്ങളെ ഫോട്ടോ കാണിക്കട്ടെ എന്ന് ചോദിച്ചാൽ വലിയേറെ വേണ്ട, ആദ്യം ഒന്ന് എനിക്ക് കാണിച്ചു തരണം. എന്തേ നിങ്ങളെ ഫോട്ടോ കാണിക്കാൻ? നിങ്ങളെ ഭാര്യന്റെ ഫോട്ടോ അല്ല, നിങ്ങളെ ഫോട്ടോ കാണിക്കാൻ തരുന്നത്. എന്തേ സമ്മതിക്കാത്തത്? 20 കൊല്ലം മുമ്പുള്ളല്ലേ? അന്നിട്ട കുപ്പായ എങ്ങനെയായിരിക്കും അല്ലേ? അന്നുണ്ടായിരുന്ന വസ്ത്രം എങ്ങനെയായിരിക്കും? അന്നത്തെ കോല എങ്ങനെയായിരിക്കും? എനിക്ക് താടി ഉണ്ടായിരുന്നോ അല്ലേ? അന്നത്തെ രൂപ എങ്ങനെയാണ്? അതേ 20 കൊല്ലം മുമ്പുള്ള ചിത്രം കാണുമ്പോ നമ്മക്ക് തന്നെ ലജ്ജ തോന്നുകയാ. ആരാന്റെ ചിത്രം കാണുമ്പോഴല്ല, സ്വന്തം ചിത്രം കാണുമ്പോൾ ലജ്ജ തോന്നുകയാ. 20 കൊല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഉപ്പമാര്, അല്ലെങ്കിൽ 30 കൊല്ലേ ഉപ്പമാരെ കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് ധരിച്ചിരുന്ന ചെരുപ്പ് കാണുമ്പോ ലജ്ജ തോന്നുകയാണ്. അന്ന് ചവിട്ടുമ്പോ തോന്നിയോ? 10 കൊല്ലം മുമ്പ് കുപ്പായം ധരിക്കുമ്പോ വളരെ മോശം കുപ്പായാണെന്ന് വിചാരിച്ച് ധരിച്ചതാ? അങ്ങനെ ആ ഫോട്ടോക്ക് പോസ് ചെയ്യായിരുന്നോ? അന്ന് ഭയങ്കര ജോറാണ് വിചാരിച്ചിട്ട് ഫോട്ടോനെ പോസ് ചെയ്തതാ. പക്ഷെ ഇന്ന് നോക്കുമ്പോ ആ ഫോട്ടോ പഴഞ്ചനാണ്, കാണാൻ തന്നെ പറ്റുന്നില്ല, നോക്കാൻ തന്നെ പറ്റുന്നില്ല. അന്നത്തെ ചെരുപ്പ് കാണുമ്പോൾ ചിരി വരികയാണ്. അന്ന് കീശയിൽ സ്റ്റിക്കിന്റെ പെന്നുണ്ട്, അത് കാണുമ്പോൾ ചിരി വരികയാണ്. 10 കൊല്ലം മുമ്പുള്ള ഫോട്ടോ ആണ്, അവിടെ നീല കളറുള്ള ഒരു പെണ്ണ് കീശയിലുണ്ട്, അത് കാണുമ്പോൾ തന്നെ ഇടങ്ങാറായാണ്. എന്തിനാണ്? 10 കൊല്ലം മുമ്പുള്ളതാണ്. അന്ന് വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്ത കാലായി പോയി എന്നുള്ള ബേജാറാണ്. ഇത് തന്നെയാ എല്ലാ കാലത്തും പറയാനുള്ളത്. അതില്ലാതിരിക്കണമെങ്കിൽ സ്വർഗലോകത്തെത്തിയാലല്ലാതെ മനുഷ്യന്റെ അപ്ഡേഷൻ തീരൂല. ഏത് കാലത്തും മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. വിശ്വാസികളൊക്കെ അടുത്തേക്ക് വന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാന്. ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി നീ കബൂൽ ചെയ്തു തരണം റഹ്മാന്. എന്റെ വയൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് കേട്ടിട്ടില്ലേ നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ഔലിയാക്കളെ നേതാവാണ് ആ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. വയൽ കേൾക്കുന്ന ഉമ്മമാരെ, വയൽ കേൾക്കുന്ന ഉപ്പമാരെ, ആ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരാൾ മരിച്ചു പോയപ്പോൾ അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു. ആരെയാ കാണുന്നത് എന്നറിയോ? ഇത്ര ഭംഗിയുള്ള ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത്ര സന്തോഷത്തോടുകൂടെ ഒരു മുഖത്തേക്കും നോക്കിയിട്ടില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെയാണ് സ്വപ്നത്തിൽ കാണുന്നത്. എപ്പോ? രാത്രിയിൽ ഉറങ്ങുമ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ അന്വേഷിക്കുന്ന ഇതാരാണ്? അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ അടുത്തേക്ക് ചെന്നു. അവിടുന്ന് ഒറ്റ വിളി, യാ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, മാത വലിയ്യും മിൻ ഔലിയാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചുപോയി. വലം യുഹ്സിൻ കഫനുഹു, നിങ്ങൾ അവരെ കഫൻ തുണി നന്നായിട്ട് വേണ്ടതുപോലെ പൊതിഞ്ഞില്ല. ആരാ മയ്യത്താണ്? ഇന്നലെ രാത്രിയിൽ മറവ് ചെയ്ത മഹാന്റെ മയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പേടിച്ചെറിഞ്ഞ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് ഖബർ കോരിയെടുത്തു. നല്ല നിലക്ക് കഫൻ ചെയ്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. ആരാണത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ദുആക്ക് ഇജാബത്ത് കണ്ട
വെറും അടിമയായി ജീവിച്ച സാധാരണ കണ്ടാൽ ആരും നോക്കാത്ത മനുഷ്യൻ. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, കാണാൻ ചിലപ്പോൾ ഭംഗി ഉണ്ടാകൂല, കണ്ടാൽ ചിലപ്പോൾ ആരും നോക്കുന്ന രൂപം ഉണ്ടാകൂല, വേഷവിധാനം ഉണ്ടാകൂല, വസ്ത്രധാരണ ഉണ്ടാകൂല. അങ്ങനൊക്കെ ജീവിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കള് അവർ അള്ളാഹിന്റെ അടുക്കൽ വലിയ ദർജയുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ദർജയുള്ളവരാണ് എന്നല്ല, അങ്ങനെ ജീവിക്കുന്നവരെ കൂട്ടത്തിലും അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്. ഇവിടെ നമ്മൾ ആരെയും നികഴ്ത്താൻ പോകരുത്, ആരെയും ചെറുതാക്കാൻ പോകരുത്, ആരെയും കുറ്റപ്പെടുത്താൻ പോകരുത്. നോക്കിയാ തീരാത്ത പോരായ്മകള്, പറഞ്ഞാൽ തീരാത്ത കുറ്റങ്ങള്, എണ്ണിയാൽ തീരാത്ത വീഴ്ചകള് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പറയാനുണ്ട്. അത് കണ്ടെത്തിയിട്ട് നമ്മളെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് ആഖിറത്തിന് വേണ്ടി ജീവിതത്തെ തിട്ടപ്പെടുത്തണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാന്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാന്. ഇനിയും ഒരുപാട് നിന്റെ ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാന്. അല്ലാഹ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അത് മനുഷ്യന്റെ അവസാന നിമിഷത്തിൽ കിട്ടുന്ന ഭാഗ്യാണ്. ഈമാൻ സലാമത്തായൊന്ന് മരിക്കലാണ്. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാന്. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ചു മരിക്കുന്ന സാലിഹീകൾ ഞങ്ങളെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാന്. മരണത്തിന്റെ സമയത്തും ഇതുപോലെ സർവ്വ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാന്. ജീവിതകാലത്തോ അല്ലാതെയോ മറ്റൊരാളെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് ഞങ്ങളെ ജീവിതത്തിൽ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമുള്ള ജീവിതം നീ ഓശാരം തരണം റഹ്മാന്. എല്ലാവരും നേനേറ്റുന്ന് 3 സലാത്ത് ചൊല്ലിക്കോ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. കേരളമാകെ മഴ കൊതിച്ചു നിൽക്കുന്ന സമയത്താ മഴ അല്ലാഹു റഹ്മത്തിനെയും ധാരാളം ചൊരിഞ്ഞു തരട്ടെ. വെള്ളത്തിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സർവ്വ നാടുകളിലും എല്ലാ വിഷമങ്ങളും റബ്ബ് നീക്കിക്കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله ആര് ഞങ്ങളെ മജ്ലിസിൽ എന്ത് ഖൈറായ ഉദ്ദേശം വെച്ച് വന്നവരുണ്ടോ എല്ലാവരുടെയും ഞങ്ങളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണം റഹ്മാന്. എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ രുദായ്മകളിൽ നിന്നും എല്ലാ വേണ്ടായ്മകളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തണം റഹ്മാന്. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കിഡ്നി നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാന്. ഞങ്ങളെ ഒരവയവവും നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാന്. ഇന്നും വിളിച്ച് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് കിഡ്നി രോഗികളായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, അല്ലാഹ് ബയോപ്സി എടുത്തിട്ട് വല്ലാത്ത ബേജാറ് പറഞ്ഞിട്ട് ക്യാൻസർ ആണോ എന്ന് ഡോക്ടർമാര് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ കൊണ്ട് പറഞ്ഞവർ, അല്ലാഹ് കുട്ടികളെ രോഗം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഉപ്പമാരെ രോഗം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവർ, എല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാന്. എല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാന്. അത്തരം ഒരു മാറാരോഗവും ഞങ്ങൾക്കാർക്കും തന്നു നീ പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാന്, വറയിൽ ജീവിപ്പിക്കണം റഹ്മാന്, സമാധാനമുള്ള ജീവിതം തരണം റഹ്മാന്. അല്ലാഹ്, മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ അവയവങ്ങൾ തിരിച്ചു ചോദിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാന്. ഷുഗറിന്റെ പേരിലോ ക്യാൻസറിന്റെ പേരിലോ അല്ലാത്ത പേരിലോ ഞങ്ങളെ കൈകാലുകൾ മുറിക്കപ്പെടുന്ന ഒരവസ്ഥ തരരുത് റഹ്മാന്. റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ തരരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്.
കടക്കാരാക്കരുത് റഹ്മാന്. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ഉള്ള വീട്ടിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. മക്കളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. സ്ഥലം പോലും ഇല്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ സ്ഥലം നൽകണം റഹ്മാന്. ഞങ്ങളെ യാത്രകളിലും അടക്കങ്ങളിലും പ്രവർത്തികളിലും ജോലിയിലും സേവനങ്ങളിലും എല്ലാ ഇടങ്ങളിലും നിന്റെ ഹിഫ്ള് തരണം റഹ്മാന്. നിന്റെ കാവല് തരണം റഹ്മാന്. നിന്റെ ഹിഫ്ള് തരണം റഹ്മാന്. അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖൊന്ന് കണ്ട് ചിരിച്ച് മരിക്കുന്ന സാലിഹീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണം റഹ്മാന്. ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുത് റഹ്മാന്. ഇനിയും നിന്റെ ദീനിനു വേണ്ടി ശബ്ദിക്കാനും സംസാരിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യങ്ങൾ ഏറ്റിത്തരണം റഹ്മാന്. ഈ സദസ്സും നിങ്ങളെ സർവ്വ സദസ്സും നീ കബൂലാക്കി തരണം റഹ്മാന്. മഴയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉമ്മമാർ, വലിയ പ്രതീക്ഷയോടെ വേദ കേട്ട ഉപ്പമാർ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാന്. സ്വർഗം നൽകണം റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين.